ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു പൊള്ളി സാധനത്തിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നത്. നല്ല രസമാണ്, കണ്ടാൽ തന്നെ അറിയില്ല, നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് മെയിനായിട്ട് കോണും ചീസുമാണ്. ബാക്കിയെല്ലാം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കുട്ടികൾക്ക് സുഖമായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു കോണാണ് കേട്ടോ. കോണ് ഒന്നല്ല, നമുക്ക് എത്രയാണോ ആവശ്യമിച്ചാൽ അങ്ങനെ. അപ്പോൾ ഞാനൊരു കോണാണ് എടുത്തത് കേട്ടോ, പച്ചക്കോണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോഴത്തെ ആക്ച്വലി ഞാൻ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി, ഒരു 4 ദിവസമൊക്കെ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് അതിൻ്റെ ആ ഇലേൻ്റെ കളറൊക്കെ മാറിയിട്ട് ഇത്തിരി ലൈറ്റ് കളറായത്. വാങ്ങുമ്പോൾ നല്ല പച്ച കോണായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മുടിയൊക്കെ കണ്ടില്ലേ മുകളിലത്തെ, അതെല്ലാം നമ്മൾ ഫുൾ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് നമ്മളൊന്ന് കഴുകിയെടുത്തു കേട്ടോ ഞാനിതിനെ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നമ്മൾ ആ സാധനമൊക്കെ എല്ലാം മാറ്റണം കേട്ടോ. ഉള്ളിലത്തെ നടുക്കത്തെ സംഭവങ്ങളെല്ലാം മാറ്റണം. അപ്പം അതിന് വേണ്ടി ഞാൻ ഫസ്റ്റത്തെ കത്തിയാട്ടോ ഇതിന് മൂർച്ചുണ്ടായിരുന്നില്ല, അങ്ങനെ ഞാൻ മാറ്റി എൻ്റെ പഴയ കത്തിയെടുത്തു. അങ്ങനെ ഞാൻ അത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഫുൾ സൈഡെല്ലാം ഇങ്ങനെ ചീന്തി എടുക്കും. ചീന്തി നമുക്ക് ഫുൾ കോണെല്ലാം നമ്മൾ എടുക്കും കേട്ടോ. എന്നിട്ട് നടുക്കത്തെ തണ്ടെടുത്ത് കളയണം. അപ്പം ഇത് ആക്ച്വലി കുറച്ച് ഞാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇത്തിരി കട്ടിയുള്ള പോലെ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചൊന്ന് ഉണങ്ങിപ്പോയത് കേട്ടോ. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും, പക്ഷേ ഈ റോ ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇത്തിരി കട്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പച്ചയാണെങ്കിൽ ഇത്രയും നമുക്ക് ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് കണ്ടതെല്ലാം കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ അതിനെ കഴുകി വെള്ളത്തിൽ കഴുകിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഊറ്റിയെടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ഒരു ചട്ടിയിൽ വെച്ചു. ചട്ടിയിൽ വെള്ളം എടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തിളയ്ക്കാൻ വെച്ചു. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും, അതായത് വെന്ത് കിട്ടും. ഒരു 2 തിള വരുമ്പോഴത്തേക്ക് തന്നെ അത് ഓക്കെ ആയി കിട്ടും. പിന്നെ നമ്മളത് മാറ്റി ഒരു ഓട്ടപാത്രത്തിലേക്ക് വെച്ചിട്ട് അതിനെ ഫുൾ മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്തു, ഒരു പാൻ എടുത്തു. പാനിലേക്ക് ഒരു ബട്ടർ ഇട്ടു. ബട്ടർ നമുക്ക് സോൾട്ടഡോ അൺസോൾട്ടഡോ ഒക്കെ യൂസ് ചെയ്യാം. സോൾട്ടഡ് ആണെങ്കിൽ പിന്നെ ഉപ്പിടണ്ട. അപ്പോൾ എൻ്റെ അൺസോൾട്ടഡ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ വീണ്ടും ഉപ്പിട്ടുണ്ട് കുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇത്തിരി നേരത്തെ എടുത്ത് വെക്കാം ഫ്രിഡ്ജ് പുറത്തേക്കൊക്കെ. അങ്ങനെയാണെങ്കിൽ ഇത്രയും സമയം എടുക്കില്ല ഇത് ഉരുകാൻ. അപ്പോൾ ഞാനിത് ചുരുക്കി ആകി കഴിഞ്ഞ സമയത്ത് വെളുത്തുള്ളി ഇട്ടു. അതിലേക്ക് ഇട്ട വെളുത്തുള്ളി ഇതൊരു മാൻഡേറ്ററി സാധനം കേട്ടോ, എന്താണെങ്കിലും ഇടണം, സ്കിപ്പ് ചെയ്യരുത്. ഇതിലാണ് ആ ടേസ്റ്റ് കിടക്കുന്നത് കേട്ടോ, ഇതും ചീസും കൂടിയൊക്കെ വരുമ്പം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക വെളുത്തുള്ളീനെ കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് സോട്ട് ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. ആക്ച്വലി ഈ ഇൻഗ്രീഡിയൻസാണ് ഈ ഒരു ഇതുതന്നെയാണ് ഓൾമോസ്റ്റ് നമ്മൾ ഈ പാസ്തയ്ക്ക് യൂസ് ചെയ്യില്ലേ, വൈറ്റ് സോസ് പാസ്തയ്ക്ക്, അതിന് നമ്മൾ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിട്ട് ഉണ്ടാക്കുക, കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം വെളുത്തുള്ളി അത്യാവശ്യം ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സവാള ഇട്ടു. സവാള ഞാനൊരു വലിയ സവാള ഫുൾ ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് സോട്ട് ചെയ്യുക. ഇതും ഈ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വേവൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഞാൻ ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി. ഞാൻ പറഞ്ഞല്ലോ ബട്ടർ സോൾട്ടഡ് ആണെങ്കിൽ നമ്മൾ ഉപ്പിടണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മൈദപ്പൊടി ഇട്ടു, ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടു. എന്നിട്ട് അതിലേക്ക് ഞാൻ അതൊന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് പാലൊഴിച്ചു. ഞാനൊരു 300 ഗ്രാം പാലാണ് എടുത്തത് കേട്ടോ. ഇത് നമ്മുടെ നോർമൽ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിനേക്കാളും കുറച്ചധികം. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്തു, ഒന്ന് തിളച്ച് കിട്ടുമ്പോൾ, പാൽ തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചീസ് ആഡ് ചെയ്തു. ഞാൻ ബാർ ചീസാണ് ഉപയോഗിച്ചത്. അതിങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് ആഡ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലോണം ഇട്ടിട്ട് ചീസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്തു, ചില്ലി ഫ്ലേക്സ് ഇട്ടു, പിന്നെ ഒറിഗാനോ ഇട്ടു. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടെ കേട്ടോ, ഞാൻ ഇട്ടിട്ടില്ല, എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടില്ല, ഇത്രയും ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മൾ ഊറ്റി വേവിച്ച് വെച്ച കോണിലേക്ക് ഇട്ടു, ഇളക്കിയെടുത്തു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് കഴിഞ്ഞു നമുക്ക് നമ്മളൊരു പാത്രത്തിലേക്ക് അത് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കണമല്ലോ, നല്ല അടിപൊളി സാധനം, അതിങ്ങനെ ക്രീമി ആയിട്ടുള്ള സംഭവം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.